MNTV സിറ്റിസൺ ജേർണലിസ്റ്റ് ഫോറത്തെ പറ്റി ഇപ്പോൾ കേൾക്കുകയുണ്ടായി. എനിക്ക് തോന്നുന്നു ഒരു ജേർണലിസത്തിൻ്റെ തന്നെ നല്ലൊരു സംസ്കാരം കൊണ്ടുവരാൻ ഇന്നത്തെ കാലത്ത് ഒരു വേറിട്ട ചിന്തയായി MNTV കൊണ്ടുവന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അത് ജനങ്ങളുമായി ചേർന്ന് ഒരു ജനങ്ങളുടെ ഇടയിൽ തന്നെ ഒരു ജേർണലിസം സംസ്കാരം ഉണ്ടാക്കുവാൻ, നല്ല വാർത്തകൾ സൃഷ്ടിക്കുക എന്ന പദ്ധതിയിലൂടെ കൊണ്ടുവരും. ഇന്ന് പല വാർത്തകളും നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറപ്പ് തോന്നുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം വരുത്താൻ കുറച്ച് നല്ല വാർത്തകൾ സൃഷ്ടിച്ച് കുറച്ച് നല്ല ജീവിതാനുഭവങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുമായി കൈകോർത്തുകൊണ്ട് തന്നെ ഇത്തരം പരിപാടികൾക്ക് എല്ലാ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് നേരുന്നു. You are watching India's first NGO television, Malanad TV India. നമസ്കാരം. മുഖങ്ങളിൽ നമ്മളിന്ന് പരിചയപ്പെടുന്നത് ഫർഹാൻ യാസിർ സാറിനെയാണ്. കൃഷ്ണ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കോ ഫൗണ്ടറാണ്. അതുമാത്രമല്ല അദ്ദേഹം മെഡിക്കൽ മേഖലയിൽ ഒരുപാട് നാളത്തെ വിവിധ സ്ഥാപനങ്ങളുടെ വിവിധ ഉന്നത പദവികൾ അലങ്കരിച്ച ഒരു വ്യക്തി കൂടി എന്നുള്ള നിലയിൽ കേരളത്തിൻ്റെ സാമൂഹിക ആരോഗ്യ ശാസ്ത്രത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ഒരാളെയാണ് നമുക്കിന്ന് കിട്ടിയിരിക്കുന്നത്. നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ സാറിനെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഒരുപാട്. ആദ്യകാലത്ത് ഒരു മെൻറ്ററിലൂടെയാണ് ഈ മേഖലയിലേക്ക് വന്നത്, അല്ലേ? ഒരു PRO എന്നുള്ള ഒരു ജോലിയിലൂടെയാണ് ഈ മെഡിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് സാർ എൻ്റർ ചെയ്യുന്നത്. അവിടെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ശരിക്കും അങ്ങനൊരു ക്ഷണം ഒരു മേഡത്തിൻ്റെ കാര്യം പറയുന്നുണ്ട്. മേഡത്തിനെ കുറിച്ച് നമുക്ക് ഓർത്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. അങ്ങനെ ഒരു ക്ഷണം തുടങ്ങുന്ന സമയത്ത്, കിട്ടുന്ന സമയത്ത് ഈ മെഡിക്കൽ ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്തൊക്കെയായിരുന്നു? മെഡിക്കൽ ഇൻഡസ്ട്രി അന്ന് നമ്മൾ തുടങ്ങിയ കാലഘട്ടമാണെങ്കിൽ തന്നെ ഈ ഒരു മേഖലയിൽ ജനകീയമാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ മാഡം അതനുസരിച്ചുള്ളൊരു ഒരു പാഠങ്ങളാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പം ജനകീയമാക്കുക എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് അഫോർഡബിൾ ആവുന്ന രീതിയിൽ പുതിയ ടെക്നോളജീസ്, ഏറ്റവും മികച്ച ടെക്നോളജി, ഏറ്റവും മികച്ച ട്രീറ്റ്മെൻറ്റ്, അത് ഇപ്പോൾ എംപ്ലോയി ഫ്രണ്ട്ലി, പേഷ്യൻറ്റ് ഫ്രണ്ട്ലി ഉള്ള ഹോസ്പിറ്റലാക്കി മാറ്റുക എന്നുള്ള ലക്ഷ്യം. അത് തന്നെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ഇവിടെ ഒരു സ്വപ്നതുല്യമായ ഒരു പൊസിഷനായിരുന്നു ആസ്ട്രോ മെഡിസിറ്റി ഒക്കെ ആയിട്ടുള്ളൊരു ടൈപ്പും അതിൻ്റെ CEO ഒക്കെ ആയിട്ട് ഇരുന്നതാണ്. അപ്പോൾ അവിടെ നിന്നും സ്വന്തമായിട്ട് ഒരു സ്ഥാപനത്തിൻ്റെ ശൃംഖലയിലേക്ക് ചിന്തിച്ചു തുടങ്ങിയത് പോലെയാണ്. സ്വന്തമായിട്ട് നമുക്ക് ഒരിക്കലും ഈ 33,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റുള്ള സ്ഥാപനം നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതെ. അപ്പോൾ എപ്പോഴും നമുക്ക് ബാക്കപ്പ് വേണം. അതെ. കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് നമ്മളൊരു ചർച്ച തുടങ്ങി. അപ്പം കേരളത്തിൽ അവർക്ക് വരണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചു. അങ്ങനെ നമ്മൾ കുറേ കാലം ചർച്ച മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ ആ ഒരു സ്ട്രാറ്റജിക് ഇൻവെസ്റ്ററായിട്ട് അവർ വരികയും നമ്മുടെ കേരളത്തിലുള്ള നമുക്കുള്ള പരിചയം വെച്ചിട്ടും ഇതൊരു വിൻ വിൻ സിറ്റുവേഷനാക്കി മാറ്റിക്കൊണ്ട് ഈ കൺസെപ്റ്റ് എപ്പോഴും ആൾക്കാർക്ക് ഇപ്പം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റി സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ സാധിച്ചത് കൊണ്ടാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. അത് കണ്ണൂരാണ് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തത്. ഇനിഷ്യൽ ഹോസ്പിറ്റൽ കണ്ണൂർ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. ഇനി കേരളത്തിലെ എല്ലാ ജില്ലകളും വരുന്നുണ്ട്. കൊച്ചി, എറണാകുളം ജില്ലയും കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ ലാൻഡിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം എറണാകുളം ജില്ലയും കോഴിക്കോട് ജില്ലയിലേക്ക് ഏറ്റവും വലിയ ഹോസ്പിറ്റൽ വരുന്നത്. ഇൻ ബിറ്റ്വീൻ തൃശ്ശൂരും നമ്മളിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധം കേരളത്തിലെ എല്ലാ ജില്ലയിലും കവർ ചെയ്യുന്ന രീതിയിലാണ് അടുത്തൊരു 3 വർഷത്തെ നമ്മളൊരു പ്ലാൻ വെച്ചിരിക്കുന്നത്. അതെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെക്നിക്കൽ സിറ്റി ആയിട്ടുള്ള ഹൈദരാബാദിലാണ് കൃഷ്ണ സയൻസിൻ്റെ ആസ്ഥാനം. അപ്പം അത്രത്തോളം ഏറ്റവും മികച്ച ഒരു മെഡിക്കൽ ടെക്നോളജി ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളൊരു വലിയ ചെയിൻ ഓഫ് ഹോസ്പിറ്റലിൻ്റെ ഓണേഴ്സ് എന്നുള്ള നിലയിൽ കേരളത്തിന് കാത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മികച്ച സേവനം, അതുപോലെ തന്നെ കുറഞ്ഞ കുറഞ്ഞ തുകയ്ക്ക് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് പോലും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസായിരിക്കും നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഇവിടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് ഇന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഹൈദരാബാദിൽ നിന്ന് കൃഷ്ണ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അടക്കമുള്ളവർ കേരളത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നു. അവിടെ ഏറ്റവും വലിയ ഒരു വിഷമം നമുക്ക് തുറന്നു പറയാനുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റുള്ള സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കിഡ്നി ഫെയിലുകൾ നടക്കുന്നത് കേരളത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഷുഗർ പേഷ്യൻസ് ഉള്ളത് കേരളത്തിലാണ്, അല്ലേ? അപ്പോൾ ആ ഒരു സിനോരിയയിൽ നിന്നൊരു മോചനം നമുക്ക് വേണ്ടേ? റീസൺ 2 രീതിയിലുണ്ട്. ഒന്ന്, കേരളത്തിലെ ആൾക്കാർക്ക് അത്രയും ഹെൽത്ത് കെയർ നോളജ് ഉള്ളതുകൊണ്ട് അവർ ഇത്രയും ചെക്ക് ചെയ്തുകൊണ്ടാണ് ഇത് ഡയഗ്നോസ് ചെയ്യപ്പെടുന്നത്. മറ്റു സംസ്ഥാനങ്ങളിൽ ചിലപ്പോൾ ഇതൊന്നും നോക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ഇത് അസുഖം വന്നതിന് തിരിച്ചറിയാൻ ചാൻസ് ഉണ്ടാവില്ല. ഇവിടെ അത് തിരിച്ചറിയാനുള്ള വിവരമുണ്ട്, അവർക്ക് അതിനുള്ള സാധ്യതകളുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഇത് ഇത്രയും അസുഖമുണ്ട് നമ്മൾ അറിയപ്പെടുന്നത്. തീർച്ചയായിട്ടും ക്യാൻസർ സർവൈവറും കൂടുന്നുണ്ട്. അപ്പം കേരളത്തിൽ ക്യാൻസർ എന്തുകൊണ്ട് വരുന്നത് വലിയ വിഷയമാണ്. അപ്പോൾ അത് ഗ്രാസ് റൂട്ട് ലെവലിൽ തന്നെ പോയി കറക്റ്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്വം നമ്മുടെ ഓരോ പൗരൻ്റെയും. ഗവൺമെൻറ്റും അതിന് ഒരുപാട് പദ്ധതികളും ഉണ്ടാക്കുന്നു. ജീവിതശൈലി മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് ഒരു ഇൻഷുറൻസിൻ്റെ കാര്യമാണ്. കേരളത്തിലെ ജനങ്ങൾ ഇന്നും ഇൻഷുറൻസ് എടുക്കുന്ന രീതിയിൽ വളരെ കുറവാണ്. അതുകൂടി ഉണ്ടെങ്കിൽ ഈ കുതിച്ചു കയറുന്ന ട്രീറ്റ്മെൻറ്റ് കോസ്റ്റിന് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ കുറേയധികം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസീസ് ഉണ്ട്. പക്ഷേ പല മെയിൻ മുഖ്യധാര സ്ഥാപനങ്ങളും അത്തരം പോളിസികളിൽ നിന്ന് മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് പോളിസി കുറേ ഉണ്ടെങ്കിലും പ്രൈവറ്റ് മെഡിക്കൽ ഇൻഷുറൻസും ഇന്ത്യയിലൊട്ടാകെ കുറേ. അതെ അതെ, അതിൽ നല്ല നോക്കി തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് മെയിൻ ചെയ്യേണ്ടത്. അതെ, പ്രധാനമായിട്ടും വെൽനസ്സിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതായത് അസുഖം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാളും അസുഖം വരാതിരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള തലമുറ. ഇപ്പോൾ ഇതുവരെയുള്ള ജീവിക്കുന്ന ആൾക്കാർ ഒന്നും പറഞ്ഞിട്ട് അടുത്ത നെക്സ്റ്റ് ജനറേഷനെങ്കിലും അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നന്നായിരിക്കും. തീർച്ചയായിട്ടും. ഇവിടെ ഈ ഫുഡിൻ്റെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ ജീവിതശൈലി ഒരു പ്രധാന ഘടകമാണ് രോഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതിൽ. അതുപോലെ തന്നെ നമ്മുടെ ഫുഡ് പ്രാക്ടീസ് മാറ്റേണ്ട ഒരു ചുമതലയുണ്ട്. അതുപോലെ നമുക്കിപ്പം ഇന്ത്യയിലെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളൊക്കെ അങ്ങ് സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ്. വിവിധ രാജ്യങ്ങളിൽ പോയാൽ നമുക്ക് ട്രസ്റ്റ് വർത്തിയായിട്ട് ഫുഡ് കഴിക്കാൻ പറ്റും അല്ലേ? അതിൽ മായമില്ലെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് അങ്ങ് ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യയിൽ സാധിക്കുന്നില്ല? അപ്പം ഇന്ത്യയുടെ ഫുഡിൻ്റെ സംസ്കാരം മാറണ്ടേ? ഫുഡ് കൾച്ചർ മാറണം. ഒന്ന് നമുക്ക് ഈ പുറമേ നിന്ന് നമ്മൾ കഴിക്കുന്ന ഫുഡ് തന്നെ എത്രത്തോളം വൃത്തിയിലാണ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം. അതെ. എന്നിരുന്നാൽ തന്നെയും നല്ലതുണ്ടാവാം. പക്ഷേ കൾച്ചർ ഓഫ് ഫുഡ് മാറണം, നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സ് മാറണം. ഇപ്പോൾ കേരളത്തിലെ ഈറ്റിംഗ് ഹാബിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ജീവിക്കുന്ന പോലെയാണ് നമ്മളെല്ലാവരും. ആരെയും കുറ്റപ്പെടുന്ന കാര്യം ആ സിറ്റുവേഷൻ മാറിയെടുത്താൽ ഒരു പരിധിവരെ നമുക്ക് ആയുർവേദമൊക്കെ കൂട്ടാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യം ഞാൻ ചോദിച്ചിട്ട്, ഇപ്പം നമ്മുടെ പിന്നെ മലനാട് ജീവി ഇപ്പം അങ്ങേ സംബന്ധിച്ചിട്ട് ഞാൻ ആശ്രമ മെഡിസിറ്റി മുതലുള്ള ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. ഇപ്പം മലനാട് ജീവി ഇന്ത്യയിലെ ആദ്യത്തെ NGO മീഡിയ എന്നുള്ള നിലയിൽ ജീവകാരുണ്യ വാർത്തകൾ മാത്രം സംപ്രേഷണം ചെയ്യുന്ന ഒരു മാധ്യമം എന്നുള്ള നിലയിൽ എനിക്ക് ഈ അടുത്ത കാലത്ത് ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആശ്രമ മെഡിസിറ്റിയിൽ നിന്ന് പോയതിന് ശേഷം പിന്നെ നമ്മൾ തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്യാപ്പിന് ശേഷം അവിചാരിതമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നത് വീണ്ടും നമ്മൾ തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്നത് ശാന്തിഗിരി ആശ്രമത്തിൽ വെച്ചിട്ടാണ്. ശാന്തിഗിരിയിലെ മലനാട് ടിവിയുടെ അവിടുത്തെ ശാന്തിഗിരി ഫെസ്റ്റുമായി ബന്ധപ്പെട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള മീഡിയ കോൺക്ലേവിൽ അന്ന് നമ്മളുടെ ഈ പറയുന്ന അംഗപരിമിത വിഷയത്തിൽ എടുത്ത മീഡിയ കോൺക്ലേവിലാണ് അങ്ങ് ഈ കിംസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു വലിയ ഓഫർ നമുക്ക് തന്നത്. അംഗപരിമിതരായിട്ടുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ഈ പറഞ്ഞ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുടെയൊക്കെ ട്രീറ്റ്മെൻറ്റിന് ബുദ്ധിമുട്ടുന്ന പേരൻസിന് അവരുടെ സാമ്പത്തിക പ്രതിസന്ധിയുള്ള ഫാമിലികളാണെങ്കിൽ സൗജന്യ ചികിത്സ അങ്ങ് ഓഫർ ചെയ്തിരുന്നു. അതെ, നമ്മളങ്ങനെ അത്തരം ബുദ്ധിമുട്ടുകൾ നമ്മൾ ചെയ്യുന്ന മാതൃകാപരമായ പദ്ധതി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ചാർജസ് അവർ ഒഴിവാക്കാൻ തയ്യാറാണ്. അതുപോലെ ആശുപത്രി ചാർജസ് ഒഴിവാക്കാൻ. വെരി ഗുഡ്. ഉപയോഗിക്കുന്ന ഉപകരണങ്ങളും മറ്റും നമുക്ക് ആരും ഫ്രീ തരാറില്ല. പല ആൾക്കാരുടെ ഹെൽപ്പോട് കൂടി. അതെ 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 അതെ, തീർച്ചയായും. എന്തായാലും ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ഒരു തീരുമാനം എടുത്തതിന് ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തിന് അങ്ങയുടെ ഒരു വോയിസാണ് നമ്മൾ അവിടെ കേൾപ്പിച്ചത്. അങ്ങ് നിമിഷ നേരം കൊണ്ട് അങ്ങേക്ക് ആരോടും ചോദിക്കാൻ ഒരു പിന്നെ എന്താണ് കമ്മിറ്റി ഒരു മീറ്റിംഗ് കൂടിയെടുക്കേണ്ട ഡിസിഷനായിരുന്നു അത്. പക്ഷേ ഒരു ഒറ്റ നിമിഷം കൊണ്ട് തന്നെ അങ്ങ് അത് അനൗൺസ് ചെയ്തു, ഒരു വോയിസ് വേണമെന്ന് പറഞ്ഞു. അങ്ങ് ആ വോയിസ് ഇട്ടെന്ന് അത് അവിടെ കേൾപ്പിച്ചു. പക്ഷേ നെക്സ്റ്റ് സമയത്ത് ഒരു വളരെ നാടകീയമായ ഒരു സംഭവം അവിടെ അരങ്ങേറി. പേരൻസ് ബൈസ്റ്റാൻഡേഴ്സാണ് എപ്പോഴും ഈ അംഗപരിമിത കാര്യത്തിൽ അല്ലേ ഏറ്റവും കൂടുതൽ ജീവിതം ഹോമിക്കുന്നത്, അവരുടെ ജീവിതം മുഴുവൻ ഹോമിക്കുന്നത് ബെഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അവരെ സഹായിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അത്തരം ആൾക്കാർക്ക് എന്ത് പറയാനുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഒരു അമ്മ അവിടെ എഴുന്നേറ്റ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇനി മുന്നോട്ട് ജീവിക്കാൻ നിവൃത്തിയില്ല. മകള് പാരലൈസ്ഡായി ബെഡ്റിഡനായി, അച്ഛൻ ഹോസ്പിറ്റലൈസ്ഡാണ്, വാടക വീടാണ്, ജീവിക്കാൻ ഈ ജോലി ഉണ്ടായിരുന്നു, ആ ജോലി രാജിവെച്ചു. കാരണം ഈ രണ്ടുപേരെ ചികിത്സിക്കാനും നോക്കാനും വേറെ ആരുമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട നാസർമാനു നിമിഷ നേരം കൊണ്ട് തന്നെ അനൗൺസ് ചെയ്തു അവർക്കൊരു വീട് ഓഫർ ചെയ്തു. ഇപ്പോൾ ആ വീട് പകുതി പൂർത്തിയായി എന്ന് ഇന്നലെ നാസർമാനുവിൻ്റെ വോയിസ് വന്നിട്ടുണ്ട്. എന്തായാലും മലനാട് ജീവി ഈ ഒരു സിനാരിയിലൂടെ കടന്നു പോകുമ്പോഴാണ് 13 വർഷത്തിന് ശേഷം നമ്മൾക്ക് കേരളത്തിൽ 1034 ഗ്രാമപഞ്ചായത്തുകളിലും ഓരോ വില്ലേജ് വാളണ്ടിയേഴ്സ് ഉണ്ട്, സോഷ്യൽ റിപ്പോർട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഒരു ക്യാമ്പയിൻ നമ്മൾ സംഘടിപ്പിച്ചപ്പം ഈ പറയുന്നത് പോലെ സംശുദ്ധമായ ഭക്ഷണങ്ങൾ നൽകുന്ന, സംശുദ്ധമായ സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങളെയും പ്രോഡക്റ്റുകൾ നൽകുന്ന സ്ഥാപനങ്ങളെയും പരിചയപ്പെടുത്താൻ ഒരു കൊമേഴ്സ് മലനാട് TV ആരംഭിക്കുകയാണ്. ഷോപ്പി എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ഫസ്റ്റ് ഓപ്പണിംഗ് മീറ്റിംഗ് ആണ്, ഇന്ന് ഫസ്റ്റ് ടൈം മീറ്റിംഗ് ആണ്. അപ്പോൾ ഒരു ദൈവ നിശ്ചയം പോലെ ഇന്നലെ അങ്ങയോട് സംസാരിച്ചപ്പോൾ അങ്ങ് തന്നെ അതിനകത്ത് വളരെ സന്തോഷത്തോടുകൂടി അസോസിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. നമ്മളിന്ന് ഈ പ്രഭാത വേളയിൽ ആദ്യത്തെ മീറ്റിങ്ങിൽ അങ്ങ് തന്നെ അത് അനൗൺസ് ചെയ്യണം. കാരണം മലനാട് TV മുന്നോട്ട് വയ്ക്കുന്നത് കൃഷ്ണ മെഡിക്കൽ സയൻസിൻ്റെ ചെയിൻ ഓഫ് ഹോസ്പിറ്റൽസ് വരുന്നു. അവരുടെ എത്തിക്കൽ മെഡിക്കൽ പ്രാക്ടീസ് കേരളത്തിലെമ്പാടും ജനങ്ങൾ അറിയപ്പെടണം. അതുപോലെ തന്നെ അർഹരായിട്ടുള്ളവർക്ക് 100%, അതുപോലെ തന്നെ സൗജന്യ പിന്നെ നമ്മുടെ എന്താണ് ചികിത്സാ ഇതിലേക്കും
സൗകര്യവും അതുപോലെ തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ എല്ലാവർക്കും നല്ല ഏറ്റവും മികച്ച മറ്റ് രാജ്യങ്ങൾ നൽകുന്ന പോലുള്ള ചികിത്സകൾ നൽകുന്നതിനും മലനാട് ടിവിയുടെ ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റായിട്ടുള്ള ക്വിറ്റ് ക്യാൻസർ ഫ്രം ഇന്ത്യ അതിനുവേണ്ടിയുള്ള നിലപാടിന് വേണ്ട സപ്പോർട്ടുകൾ ചെയ്യണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത്. You are watching India's first NGO television, Malanad TV India.